video we will discuss about cartilage. So it belongs to the category of special connective tissue. So it is a resilient semi-rigid form of connective tissue that forms part of the skeletal where more flexibility is required. ഇതും ഒരു സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. ഫ്ലെക്സിബിലിറ്റി റിക്വയർ ആയിട്ടുള്ള ഏരിയാസിൽ ബോൺ ഈസ് റീപ്ലേസ്ഡ് ബൈ കാർട്ടിലേജ്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫേം ഇൻ കൺസിസ്റ്റൻസി. ഇത് ബോൺ പോലെ തന്നെ വളരെ ഫേമാണ്. പിന്നെ ഇതിൽ റിലേറ്റീവ്ലി വാസ്കുലർ ഇൻ നേച്ചർ ആൻഡ് ഡിറൈവ്സ് ഇറ്റ് ന്യൂട്രീഷൻ ഫ്രം അഡ്ജസൻറ്റ് ടിഷ്യൂസ്. ഇതിന് ബ്ലഡ് സപ്ലൈ ഇല്ല, ഇതിലൂടെ ബ്ലഡ് ഇതിൻ്റെ ഉള്ളിലില്ല. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ബ്ലഡിൻ്റെ വാട്ട് ഇസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് ന്യൂട്രിയൻറ്റ് ആൻഡ് ഓക്സിജൻ. അപ്പം ഈ ഓക്സിജനും ഈ ന്യൂട്രീഷനും ഇതിനെവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ടിഷ്യൂവിൽ നിന്നുമാണ് ഇതിന് ഈ ഓക്സിജനും ന്യൂട്രീഷനും കിട്ടുന്നത്. ആൻഡ് ഹാസ് ലിമിറ്റഡ് റിപ്പയർ കേപ്പബിലിറ്റീസ്. സോ ഈ ബ്ലഡ് സപ്ലൈ വളരെ കുറവായതുകൊണ്ട്, ഇതിന് ബ്ലഡ് സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് ഇതിന് റിപ്പയറിങ് കേപ്പബിലിറ്റിയും വളരെ കുറവാണ്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ കാർട്ടിലേജ് ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിപ്പയർ ആകാനായിട്ട് വളരെ പോസിബിലിറ്റി കുറവാണ്. പിന്നെ ഇപ്പോൾ ഒരു മനുഷ്യന് ഏജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇറ്റ് ബിക്കംസ് ഹാർഡ് ആൻഡ് ബ്രിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. പിന്നെ ഇതിൻ്റെ കമ്പോണൻസ് മനസ്സിലായല്ലോ. എല്ലാ കണക്റ്റീവ് ടിഷ്യൂസിനും ഒരേ കമ്പോണൻ്റാണ്. ഇതിൻ്റെ തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ സെയിം ലൈക്ക് അതർ കണക്റ്റീവ് ടിഷ്യൂ ഓൾസോ ഇറ്റ് ഹാസ് ഗോട്ട് സെൽസ്, ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആൻഡ് ഫൈബേഴ്സ്. രണ്ട് തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഒന്ന് കോൺട്രോബ്ലാസ്റ്റ്, അതായത് യങ് സെൽസിനെയാണ് കോൺട്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺട്രോസൈറ്റ്സ്, അതിനെ മച്ചുർ സെൽസിനെയാണ് നമ്മൾ കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സെൽസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, മീൻസ് കോൺട്രോബ്ലാസ്റ്റ് ആൻഡ് കോൺട്രോസൈറ്റ്സ്. മച്ചുർ സെൽസ് ഓഫ് കാർട്ടിലേജ് ലൈ ഇൻ ദി സ്മോൾ സ്പേസസ് കോൾഡ് ലാക്യുണെ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിന് പറയുന്ന പേരാണ് ലാക്യുണെ. ഈ ലാക്യുണയ്ക്ക് ഉള്ളിലുള്ളതാണ് എന്ത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? മച്ചുറായിട്ടുള്ള സെൽസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി യങ്ങർ സെൽസ് വളരെ സ്മോളറാണ് ആൻഡ് ഡിവൈഡ് മൈറ്റോട്ടിക് ഡിവിഷൻ, സെൽ ഡിവിഷനാണ് ഇതിന് ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വിൽ സീ അബൌട്ട് ദി ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. ഇതിനകത്ത് ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾസ് കണ്ടെയ്നിങ് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, മിനറൽസ് ആൻഡ് വാട്ടർ. നമ്മൾ കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ ബേസിനെ കുറിച്ച് കണ്ടായിരുന്നു. ഈ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്താണ്? അത് നോൺ ലിവിങ് ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് കാണുന്ന സബ്സ്റ്റൻസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രോട്ടീൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, വാട്ടർ ഉണ്ട്. ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് സാധാരണയായി ഒരു അമിനോ ഗ്ലൈക്കാൻസ് ആയിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറി, നെക്സ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഫൈബേഴ്സാണ്. ഇതിന് പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ഫൈബേഴ്സ് ഉണ്ട്. ഹയാലിൻ കാർട്ടിലേജ്, വൈറ്റ് ഫൈബ്രോ കാർട്ടിലേജ് ആൻഡ് യെല്ലോ ഇലാസ്റ്റിക് കാർട്ടിലേജ്. ഈ കാർട്ടിലേജ് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാർട്ടിലേജ് ഷോർട്ട് നോട്ടായിട്ടും ചോദിക്കും. പിന്നെ ഈ കാറ്റഗറിയിൽ ഹയാലിൻ, വൈറ്റ് ഫൈബ്രോ, യെല്ലോ ഇലാസ്റ്റിക് ഇതിലെ ഏതെങ്കിലും ഒരെണ്ണവും നമ്മൾ ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ കമ്പാരിസൺ ചോദിക്കും. കമ്പയർ ബിറ്റ്വീൻ ഹയാലിൻ കാർട്ടിലേജ്, വൈറ്റ് ഫൈബ്രോ കാർട്ടിലേജ് ആൻഡ് യെല്ലോ ഇലാസ്റ്റിക് കാർട്ടിലേജ്. ഫസ്റ്റ് വി വിൽ സീ അബൌട്ട് ദി ഹയാലിൻ കാർട്ടിലേജ്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ഹയാലിൻ ബിക്കോസ് ഇറ്റ്സ് ഗ്ലാസ് ലൈക്ക് ട്രാൻസ്പെറൻസി. ഗ്ലാസ് പോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ടാണ് നമ്മളിതിനെ എന്തെന്ന് പറയുന്നത്? ഹയാലിൻ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് കവേർഡ് ബൈ ഫൈബ്രസ് മെംബ്രെയിൻ കോൾഡ് പെരിക്കോഡിക്. കണ്ടോ, നമുക്ക് ഈ പിക്ചറിനുള്ളിൽ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു കവറിങ് ഉണ്ട്, മനസ്സിലായല്ലോ. ആ ബ്ലൂ ആയിട്ടുള്ള ലൈനിങ് കണ്ടില്ലേ? അതിന് പറയുന്ന പേരാണ് പെരികോൺഡ്രിയം. ഇതിൻ്റെ കവറിങ്ങിന് പറയുന്ന പേരാണ് പെരികോൺഡ്രിയം. ഇനി കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്ന സെൽസാണ്, മനസ്സിലായല്ലോ. നമ്മൾ മച്ചുർ സെൽസിനാണ് കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ കോൺട്രോസൈറ്റ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി മാട്രിക്സ് ക്യാവിറ്റീസ് നോൺ ആസ് ലാക്യുണെ. നമ്മളതിനെക്കുറിച്ച് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നല്ലോ, ഓരോ ക്യാവിറ്റീസ് ഉണ്ട്. ആ ക്യാവിറ്റീസിനുള്ളിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ക്യാവിറ്റീസിന് പറയുന്ന പേരാണ് ലാക്യുണെ. കണ്ടോ, ഇതിൻ്റെ അകത്ത് നമുക്ക് സെൽസ് കാണാനായിട്ട് സാധിക്കും. ചില ലാക്യുണയിൽ എത്രയാണ്? 2 എണ്ണം, ചിലയിടത്ത് 4 എണ്ണമാണ്. അങ്ങനെയാണ്. അതാണ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്, 2, 4, 8. ആൻഡ് ഇതെങ്ങനെയാണ് ഫോം ചെയ്തത്? സെൽ ഡിവിഷൻ വഴി, മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ വഴിയാണ് ഈ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഈ സെൽസിനെ, ഈ ഗ്രൂപ്പിനെ സറൗണ്ടഡ് ബൈ എ മാട്രിക്സ് കോൾഡ് ടെറിറ്റോറിയൽ മാട്രിക്സ്. കണ്ടോ, ഈ ഓരോ ഗ്രൂപ്പിനെയും ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ്ങിന് പറയുന്ന പേരാണ് നമ്മൾ ടെറിറ്റോറിയൽ മാട്രിക്സ്. ഇതിനകത്ത് ബ്ലൂ കളറില്ലേ, അതാണ് ടെറിറ്റോറിയൽ മാട്രിക്സ്.
Then pale staining matrix separating the lacunae is called interstitial matrix. ഈ ഓരോ ഗ്രൂപ്പിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള മാട്രിക്സ് ഉണ്ട്. ആ മാട്രിക്സിന് നമ്മൾ പറയുന്ന പേരാണ് interstitial matrix. Then a cell nest surrounded by its territorial matrix is known as chondron. അപ്പോൾ നമ്മൾ ഈ ലാക്കുണയ്ക്കകത്തുള്ള ഈ സെൽ നെസ്റ്റും, അതായത് ഗ്രൂപ്പ് ഓഫ് സെൽസിന് നമ്മൾ പറയുന്ന പേരാണ് സെൽ നെസ്റ്റ്. പിന്നെ അതിനെ സറൗണ്ട് ചെയ്യുന്ന കവറിങ്ങിന് പറയുന്ന പേരാണ് ടെറിട്ടോറിയൽ മാട്രിക്സ്. ഇതിനെല്ലാത്തിനും കൂടി നമ്മളൊരു പേര് പറയും. ആ പേരാണ് കോൺട്രോൺ. Then just beneath the pericardium there are numerous elongated fibroblasts. നമുക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കും ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഫൈബ്രോബ്ലാസ്റ്റുകൾ ഈ പെരിക്കോൺട്രിയത്തിൻ്റെ ബിനീത്ത് ആയിട്ടുണ്ട്. ഇത്രയുമാണ് ഒരു ഹയാലിൻ കാർട്ടിലേജിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ബോഡിയിൽ എവിടെയൊക്കെയാണ് ഈ ഹയാലിൻ കാർട്ടിലേജ് കാണപ്പെടുന്നത്? കോസ്റ്റൽ കാർട്ടിലേജ്. കോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രകോസ്റ്റൽ മസിൽസ്, അതായത് റിബ്സില്ലേ, ആ റിബ്സ് എവിടെയാണോ മീൻസ് വന്ന് ജോയിൻ ചെയ്യുന്നത്, ആ ജോയിനിങ്ങിൻ്റെ അവിടെയാണ് എന്താണ് ഹയാലിൻ കാർട്ടിലേജാണ് അപ്പോൾ ആ ജോയിൻറ്റ് ഫോം ചെയ്യുന്നത്. പിന്നെ ആർട്ടിക്കുലർ കാർട്ടിലേജ്, അതായത് സൈനോവിയൽ ജോയിൻറ്റിൽ ഇതുണ്ട്. കാർട്ടിലേജസ് ഓഫ് ലാരിങ്സിലുണ്ട്. പിന്നെ ട്രക്കിയാഡ് റിങ്സിലുണ്ട്. പിന്നെ പാർട്സ് ഓഫ് നേസൽ സ്പെക്ട്രം, പാർട്സ് ഓഫ് ലോങ് ബോൺസ് ഇൻ ചിൽഡ്രനിൽ ലോങ് ബോൺസ് ൻ്റെ കുറച്ച് പാർട്ട് കാർട്ടിലേജ് ആയിരിക്കും. പിന്നെ ആസ് ഏജ് ഇൻക്രീസസ് ഉള്ളി ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ബോൺ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഹയാലിൻ കാർട്ടിലേജിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് ഫൈബ്രോ കാർട്ടിലേജ്, അതായത് വൈറ്റ് ഫൈബ്രോ കാർട്ടിലേജ്. അപ്പം ഇതിൻ്റെ അകത്ത് മൈക്രോസ്കോപ്പിക്കലി ലുക്സ് ലൈക്ക് ഡെൻസ് ഫൈബ്രസ് ടിഷ്യൂ ആൻഡ് മേഡപ്പ് ഓഫ് ടൈപ്പ് 1 കൊളാജൻ ഫൈബേഴ്സ്. മനസ്സിലായല്ലോ, നമ്മൾ ഫൈബേഴ്സ് മീൻസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫൈബേഴ്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ? കൊളാജൻ ഫൈബേഴ്സ്, റെറ്റിക്കുലർ ഫൈബേഴ്സ് ആൻഡ് ഇലാസ്റ്റിക് ഫൈബേഴ്സ്. അതിൽ മീൻസ് കൊളാജൻ ഫൈബേഴ്സ് ആർ അഗെയിൻ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 ആൻഡ് ടൈപ്പ് 5. അതിലെ ടൈപ്പ് 1 കൊളാജൻ ഫൈബേഴ്സ് ആണ് ഇതിലെ വൈറ്റ് ഫൈബ്രോ കാർട്ടിലേജിൽ കാണപ്പെടുന്ന കോൺസ്റ്റിറ്റ്യുവൻസ്. അപ്പോൾ ഇതുണ്ട്, ഫൈബേഴ്സാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും ഉള്ളത്. ഈ ഫൈബേഴ്സിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ പെരിക്കോൺട്രി ഒന്നുമില്ല, കവറിങ് ഒന്നുമില്ല. ഓക്കെ, ആൻഡ് ദ ഫൈബേഴ്സ് ഓഫ് ദ കാർട്ടിലേജ് മെർജ് വിത്ത് ദി ഫൈബേഴ്സ് ഓഫ് സറൗണ്ടിങ് കണക്റ്റീവ് ടിഷ്യൂ. മനസ്സിലായല്ലോ, പെരിക്കോൺട്രി ഒന്നുമില്ല. ഈ കാർട്ടിലേജ് മെർജ് വിത്ത് ദി ഫൈബേഴ്സ് ഓഫ് ദി സറൗണ്ടിങ് കണക്റ്റീവ് ടിഷ്യൂവിലാണ് ഇത് മെർജ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ഗ്രേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ഇലാസ്റ്റിസിറ്റി. ഇതിന് വളരെ ടെൻസൈൽ സ്ട്രെങ്ത്തും ഇലാസ്റ്റിസിറ്റിയും ഉള്ളതാണ്. അപ്പോൾ സെൽസ് ഇതിൻ്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് അബൌട്ട് ദി ഡിസ്ട്രിബ്യൂഷൻ. ഇത് എവിടേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? സെക്കൻഡറി കാർട്ടിലേജിനസ് ജോയിൻറ്റ്സ് ലൈക്ക് സിംഫസിസ് ഫ്യൂബിസ്, അതായത് നമ്മുടെ പെൽവിക് ബോണിൻ്റെ കണക്ഷനിൽ വരുന്നതാണ് ഫിംബസിസ് ഫ്യൂബിസ്, അവിടെ ഇത് കാണപ്പെടാറുണ്ട്. പിന്നെ ഗ്ലീനോയിഡൽ ആൻഡ് അസറ്റാബുലർ ലേബ്ര. ഗ്ലീനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റാബുലും ഉണ്ട്, അതായത് നമ്മുടെ ഫീമറും ഹ്യൂമറസും വന്ന് ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ഗ്ലീനോയിഡ് ആൻഡ് എസ്റ്റാബുലർ ലേബ്രം. അവിടെയുണ്ട്. മെനിസ്കി ഓഫ് നീ ജോയിൻറ്റിൻ്റെ മെനിസ്കിയിൽ. ദെൻ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക്. ഈ ഏരിയയിലൊക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? ഫൈബ്രോ കാർട്ടിലേജ് അല്ലെങ്കിൽ വൈറ്റ് ഫൈബ്രോ കാർട്ടിലേജ്. ഇനി നെക്സ്റ്റ് ഇലാസ്റ്റിക് കാർട്ടിലേജ്. ഇത് യെല്ലോ ഇലാസ്റ്റിക് കാർട്ടിലേജ് എന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് യെല്ലോ കളറാണ്. മനസ്സിലായല്ലോ, ഫ്രഷ് സ്റ്റേറ്റിൽ യെല്ലോ കളർ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് പറയുന്നത്? യെല്ലോ ഇലാസ്റ്റിക് കാർട്ടിലേജ്. ആൻഡ് ദ ഫ്രീ സർഫസ് ഈസ് കവേർഡ് ബൈ പെരിക്കോൺട്രി ഉണ്ട്. പിന്നെ ലാർജ് കോൺട്രോസൈറ്റ്സ് ആർ സീൻ വിതിൻ ദെയർ ലൈക്കുണെ. ആൻഡ് ഇലാസ്റ്റിക് കാർട്ടിലേജ് ഈസ് ഫ്ലെക്സിബിൾ ആണ്. പിന്നെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഫൗണ്ട് ഇൻ സൈറ്റ്സ് വെയർ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈറ്റിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്, അതായത് ലാരിങ്സ് ആൻഡ് ഇയർ. മനസ്സിലായി, ഇത്രയാണ് ഇത്. ഇനി ഇതിൻ്റെ കമ്പാരിസൺ നമുക്ക് നോക്കാം. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ചോദിക്കുന്നതാണ്, അപ്പം നമ്മളിത് നോക്കണം. ഓക്കെ, ഫസ്റ്റ് വിൽ സി ദ പ്രോപ്പർട്ടീസ്. പെരിക്കോൺട്രിയം, അതായത് ഇതിനൊക്കെയുണ്ട്. ഹയാലിൻ കാർട്ടിലേജിനും ഇലാസ്റ്റിക് കാർട്ടിലേജിനും പെരിക്കോൺട്രിയം ഉണ്ട്. അതേസമയം ഫൈബ്രോ കാർട്ടിലേജിന് ദർ ഇസ് നോ പെരിക്കോൺട്രിയം. പിന്നെ സെൽസിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഹയാലിനിൽ ഗ്രൂപ്പ്സ് ആയിട്ട് ഇൻസൈഡ് ദ ലൈക്കുണയാണ് കാണപ്പെടുന്നത്. ഇലാസ്റ്റിക്കിലാണ് ലാർജ് സിംഗിൾ ഇൻ ലൈക്കുണയിലാണ് കാണപ്പെടുന്നത്. ഫൈബ്രോ കാർട്ടിലേജിലാണ് റോസ് ഓഫ് സ്മോൾ സെൽസ് ഇൻ ബിറ്റ്വീൻ ഫൈബേഴ്സ്. റോ ആയിട്ടാണ്, നിരനിരയായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഇനി ഫൈബേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഹയാലിൻ ടൈപ്പ് 2 കൊളാജൻ ഫൈബേഴ്സാണ്. ഇലാസ്റ്റിക് ഫൈബേഴ്സാണ് ഇലാസ്റ്റിക് കാർട്ടിലേജിൻ്റെ. ഫൈബ്രോ കാർട്ടിലേജിൻ്റെ ടൈപ്പ് 1 കൊളാജൻ ഫൈബേഴ്സാണ്. ഇനി കാൽസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹയാലിൻ കാർട്ടിലേജിൽ കാൽസിഫിക്കേഷൻ നടക്കാറുണ്ട്. അതേസമയം ഇലാസ്റ്റിക് കാർട്ടിലേജിലും ഫൈബ്രോ കാർട്ടിലേജിലും ഇത് നടക്കാറില്ല. ഇതാണ് ഇതിൻ്റെ കമ്പാരിസൺ ഓഫ് 3 ടൈപ്സ് ഓഫ്
കാർട്ടിലേജസ്. ഇത്രയാണ് കാർട്ടിലേജിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അതായത് ക്വസ്റ്റ്യൻസ് ഓൾറെഡി the different means the cartilage will be asked as a short note, and comparison will be asked among these three cartilages, and these three cartilages will be also asked as a short note also.